എടാ പോനെ, നീ എപ്പോഴും നിൻ്റെ മമ്മി എന്തെങ്കിലും പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. മമ്മിക്ക് ഓംപ്ലേറ്റ് പറഞ്ഞ ഓംപ്ലേറ്റ് ഉണ്ടാക്കും, ചായ ഇടാൻ പറഞ്ഞ ചായ ഇട്ടുണ്ടാക്കും. പപ്പായോട് നിനക്കൊരു സ്നേഹമില്ലയോ? പറഞ്ഞാലല്ലേ ഞാൻ അപ്പം പറഞ്ഞാൽ നീ എന്ത് ചെയ്തു തരുമോ? നോക്കട്ടെ, പറഞ്ഞാലല്ലേ ചെയ്തു. എന്നാൽ പപ്പായ്ക്ക് ഒരു അടിപൊളി കോഫി ഇട്ടായിരുന്നു. അത്രയല്ലോ, അത് ഞാൻ ഇപ്പം ഇട്ടുതരാം. നമുക്ക് നോക്കാമല്ലോ. ഒന്ന് ഇങ്ങോട്ടൂടെ പോരട്ടെട്ടാ. നീ തുടങ്ങിയോ കോഫി ഉണ്ടാക്കാൻ? തുടങ്ങി. ഇതെന്താ പരിപാടി? ഇതിപ്പം 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇനി ഇന്ന് നല്ലതായിട്ട് ചൂടാക്കണം. ഞാൻ എക്സ്പീരിയൻസിന് പഠിച്ചത് ആദ്യം ഗ്യാസ് ഓൺ ചെയ്തിട്ട് പാത്രം വെക്കും, അല്ലെങ്കിൽ മമ്മി എടുത്തൊരു ചീത്തയിലും കിട്ടാറുണ്ട് തന്നെ. ഇനി നല്ലതായിട്ട് ചൂടാവട്ടെ. അപ്പം ഇനി നമുക്ക് പാല് ചൂടാവുന്നവരെ അസൽ കോഫി, അതായത് സത്യത്തിലുള്ള കോഫി ഉണ്ടാക്കണ്ടേ. അപ്പൊ നമ്മളെ എനിക്ക് ഒത്തിരി കോഫിയുടെ റെസിപ്പി അറിയാം, അതുകൊണ്ട് അതിനകത്തുനിന്ന് ഞാൻ എനിക്ക് ഏറ്റവും നല്ലതായിട്ട് ഉണ്ടാക്കാൻ അറിയാവുന്ന ഉണ്ടാക്കുക. സ്റ്റേ ഹംബൽ. അപ്പൊ നമ്മൾ നെസ്കഫെ എടുത്തേക്കുക. 1.5 സ്പൂൺ എടുത്താൽ മതി 2 കപ്പിന്. ചെറിയ സ്പൂൺ അല്ലേ എടുത്തേക്കുന്നത്? ഇത് ടീസ്പൂൺ. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു സ്വല്പം വെള്ളം. അപ്പൊ നമുക്ക് വളരെ സാവധാനത്തോടെ മമ്മിയുടെ ജാറുകളെ തുറക്കാം. പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ എന്റെ കുക്കിംഗ് വീഡിയോസ് ഒന്നും വരത്തില്ല, അതുകൊണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു 3 ടേബിൾ സ്പൂൺ അപ്പൊ ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗർ ഇടാം, കാരണം കോഫി അല്ലേ, കോഫി ആകുമ്പോൾ ഷുഗർ ഉണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിനെ രണ്ടിനെ ഒന്ന് നല്ലതായിട്ട് വിസ്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ഒരു തുള്ളി വെള്ളം ഒഴിക്കണം, ഒരു നല്ല കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടി. തുള്ളി വെള്ളം ഒഴിച്ചാൽ പറ്റത്തില്ല. തുള്ളി എന്ന് പറഞ്ഞാൽ എത്ര ഡ്രോപ്പ്? എന്റെ മലയാളം കുറച്ച് വീക്കാ, പക്ഷെ ഒരു നല്ല കുറുകി വരാൻ വേണ്ടി. പിന്നെ കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് പിന്നെയും കുറച്ച് ഒഴിക്കണം. ഈ ആട്ട മാവും എല്ലാം കുഴക്കുന്നത് നമ്മൾ എത്ര ശക്തി ഉണ്ടോ അത്രയും ശക്തി വെച്ച് നല്ലതായിട്ട് ഇതിനെ വിസ്ക് ചെയ്തെടുക്കണം. കുറച്ചുകൂടി ഒരു കൺസിസ്റ്റൻസിക്ക് വേണ്ടി കുറച്ചുകൂടി ഒരു ശകലം വെള്ളം. അയ്യോ, പാലും ചൂടെ. ഇനി പാലിനെ ഓഫ് ചെയ്യട്ടെ നേരം കൊണ്ട്. അല്ലെങ്കിൽ പാലൊരു സൈഡിൽ കൂടെ എല്ലാം കവിഞ്ഞ് ഒഴുകിയാൽ പിന്നെ തീർന്നു. അപ്പൊ ഇതുണ്ട്, നല്ല സൂപ്പർ ആയിട്ട് ഇതിന്റെ തിക്നെസ് ഉണ്ടോ. ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത്. നല്ല ഒരു ക്രീമി ടെക്സ്ചറും ഫീലും വരുത്തുള്ളൂ കോഫിക്ക്. ഇനി നമുക്കപ്പോ ചൂടാക്കി ആ പാലിനെ മൊത്തം അങ്ങ് ഇന്നത്തോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ എല്ലാം കൂടി കോഫിയും മിൽക്കും കൂടി യോജിപ്പിക്കണ്ടേ. നമുക്കിതിനെ പപ്പയുടെ മമ്മിയുടെ ഫേവറേറ്റ് കോഫി കപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ ഉണ്ടാക്കിയ സ്പെഷ്യൽ കോഫി എടുത്തോണ്ട് ഞാൻ എന്റെ പിതാവിന്റെ അടുത്തോട്ട് പോവാം. അപ്പൊ ഇന്നാ പിതാവെ കുടിച്ചു നോക്കേണ്ട കോഫി ഉണ്ടാക്കിയോ നീ? ഇത്ര പെട്ടെന്നോ? ഇത്ര അല്ലായിരുന്നല്ലോ. അതൊക്കെ ഉണ്ടല്ലോ, കുടിച്ചു നോക്ക്. കുടിച്ചോക്കും പറയാം. കൊള്ളാലോ, നീ ആള് പുലിയാണല്ലോ. അത് മമ്മിയുടെ കൈകുഞ്ഞാ. അത് മാത്രം പറഞ്ഞു വെച്ചാൽ മതി. അവൾ ഒന്നുകൂടെ പോകും നിന്റെ മമ്മി. ഇത് നിന്റെ മാതാജിക്ക് കൂടെ കൂടെ നിന്റെ പുറകെ വന്ന് ഇന്നില്ല നീ ഉണ്ടാക്കുന്നത് ശരിയാണെന്ന് നോക്കാൻ വേണ്ടിട്ട്. ട്രൈ ചെയ്ത് നോക്ക്. എന്റെ മക്കളൊക്കെ വളർന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണം? ഇങ്ങനെ ഇരുന്നാ പോലെ കോഫി റെഡി, ചായ റെഡി. എല്ലാ ദിവസവും ഉണ്ടാക്കണം എന്ന് പറയില്ലേ?